ഹലോ നമസ്കാരം. എങ്ങനെ ചിരിക്കാതിരിക്കുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കോമഡിയാണ് ഇപ്പോൾ ടി വി തുറന്നു നോക്കിയാൽ ഏത് തരം കോമഡി എന്ന് ചോദിച്ചാൽ ചിരിച്ച് ചിരിച്ച് വീഴുന്ന കോമഡികൾ, സഖാക്കന്മാരുടെ കോമഡികൾ. സഖാക്കന്മാർ ഇപ്പോൾ പ്രതിപക്ഷത്താണ്. 10 വർഷത്തിന് ശേഷം പ്രതിപക്ഷം ആയപ്പോൾ തോറ്റുവെന്ന് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്ത സഖാക്കളുണ്ട്. എല്ലാ സഖാക്കളെയല്ല പറയുന്നത്. ചില സഖാക്കൾ, ഈ മുൻനിരയിൽ നിൽക്കുന്ന കുറേ സഖാക്കൾക്ക് ഇപ്പോഴും തോറ്റു എന്ന് മനസ്സിലാവാതെയാണോ, അല്ലെങ്കിൽ ഇന്നും ഇപ്പോൾ പ്രതിപക്ഷത്താണ് എന്ന് മനസ്സിലാവാതെയാണോ, അല്ലെങ്കിൽ ചില ശൈലികൾ കുറച്ച് നാളുകളായി 10 വർഷത്തോളമായി തുടരുന്ന, എനിക്ക് തോന്നുന്നു അത് മൂത്ത് തുടങ്ങിയിട്ട് 5 വർഷമായിട്ടുള്ളൂ, തുടങ്ങിയിട്ടുള്ള കുറേ ശൈലികളിൽ നിന്ന് മാറാനുള്ള ബുദ്ധിമുട്ടാണെന്ന് അറിയില്ല. സഖാവ് റഹീമിൻ്റെ ഒരു പത്രസമ്മേളനം, ഒരു ഷോർട്ട് ബ്രീഫാണ്, അത് കാണാനിടയായിരുന്നു. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു തീർക്കാവുന്നതാണ്. ഞങ്ങളുടെ സഖാക്കന്മാർക്ക് ഒരു തെറ്റ് പറ്റി. ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു തൊഴിലാളിയുടെ വണ്ടി അവർ അടിച്ചു പൊളിച്ചു. അതിൽ ഞങ്ങൾക്ക് ദുഃഖമുണ്ട്. അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള എന്താണെങ്കിലും നഷ്ടങ്ങൾ ഞങ്ങൾ പരിഹരിച്ചു കൊടുക്കുമെന്ന് മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിൽ പറയുന്നതിന് പകരം കുറച്ച് പത്രക്കാരെ വിളിച്ചിരുത്തിയിട്ട് പറഞ്ഞ ചില വാക്കുകളാണ്. നമുക്ക് ആ വീഡിയോയിലേക്ക് ഒന്ന് പോവാം. ഇതാണ് ഇഡി ഉദ്യോഗസ്ഥരെയും വഹിച്ചു വന്ന വാഹനങ്ങൾക്കു നേരെ പ്രവർത്തകരുടെ രോഷം അണപൊട്ടി ഒഴുകി. അപ്പോൾ ആ സംഭവത്തിൽ ഒരു ടാക്സി കാർ, അയാളൊരു തൊഴിലാളിയാണല്ലോ, ഒരു സാധാരണ തൊഴിലാളി, ആ കാർ ഉപയോഗിച്ച് ഉപജീവനമാർഗം നടന്നയാളാണ്. അപ്പോൾ ഈ വലിയ പ്രതിഷേധത്തിനും രോഷത്തിനും ഇടയിലെ ആൾക്കൂട്ടത്തിനിടയിൽപ്പെട്ടു പോയ ആ കാർ നല്ല കേടുപാടുകൾ പറ്റി. വലിയ നിലയിലാണ് ആ കാറിന് കേടുപാടുകൾ പറ്റിയത്. അയാൾക്കും പരിക്കേൽക്കുന്ന നിലയുണ്ടായി. അപ്പോൾ ഒരു തൊഴിലാളി എന്ന നിലയിൽ ആ തൊഴിലാളിയുടെ ഉപജീവന മാർഗം ആക്രമിക്കപ്പെട്ടു എന്നുള്ളതിൽ CPIM എന്നൊരു പാർട്ടിക്ക് അതിൻ്റെതായ ഒരു ധാർമ്മികതയുണ്ട് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. അതിൻ്റെ ഭാഗമായി ഇന്ന് രാവിലെ തന്നെ അദ്ദേഹത്തെ CPIMൻ്റെ പ്രമുഖരായ നേതാക്കൾ അദ്ദേഹത്തെ വിളിച്ചു. ആ വിവരം നിങ്ങളോട് പറയാനാണ് ഈ മാധ്യമ നിങ്ങളെ കണ്ടത്. സഖാവ് ബിജോയും അതോടൊപ്പം തന്നെ സഖാവ് കടകംപള്ളി സുരേന്ദ്രനും രണ്ടുപേരും ആ ചെറുപ്പക്കാരനുമായി സംസാരിക്കുകയും അദ്ദേഹം ഞങ്ങളെ കാണുകയും ഞങ്ങൾ ഒരുമിച്ച് അദ്ദേഹവുമായി സംസാരിച്ച് അദ്ദേഹത്തിൻ്റെ ആശങ്കകൾ കേൾക്കുകയും അദ്ദേഹത്തെ താങ്കളുടെ ഈ പത്രസമ്മേളനം കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് പഴയൊരു സിനിമയിലെ ഒരു സീനാണ്. ഞാൻ അതും കൂടെ ഒന്നുകൂടെ കാണിക്കുന്നത്. അതാണ് ഈ സീൻ. താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, വിഘടനവാദികളും പ്രതിക്രിയാവാദികളും പ്രഥമദൃഷ്ട്യാ അകൽച്ചയിലായിരുന്നെങ്കിലും അവർക്കിടയിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്ന് വേണം കരുതാൻ. ഒന്ന്, ഭൂഷ്വാസികളും തക്കം പാർത്തിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് നമുക്ക് പ്രതികൂലമായി ഭവിച്ചത്. അതാണ് പ്രശ്നം. മനസ്സിലായില്ല. അതായത് വർഗാധിപത്യവും കൊളോണിയലിസ്റ്റ് ചിന്താസരണികളും റാഡിക്കലായിട്ടുള്ള ഒരു മാറ്റമല്ല. ഇപ്പൊ മനസ്സിലായോ എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നുള്ളത്? ലളിതമായിട്ട് പറഞ്ഞാൽ എന്താ, ഈ പ്രതിക്രിയാവാദകവും കൊളോണിയലിസവും എന്നൊക്കെ പറഞ്ഞ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതിന് ഉത്തമം ഉണ്ടായിരിക്കും. വളരെ സിമ്പിളായി എന്തുകൊണ്ട് പാർട്ടി തോറ്റു എന്ന് പറയുന്ന ആ ഒരു സീൻ, ഇത്തരം കാര്യങ്ങളാണ് നിങ്ങൾ എടുത്ത് പറയുന്നത്. നിങ്ങൾക്ക് ജനങ്ങൾ മനസ്സിലാവുന്ന ഭാഷയിൽ ഞങ്ങൾക്കൊരു തെറ്റ് പറ്റിയെന്ന് പറയാൻ എന്താണ് ഇത്ര ബുദ്ധിമുട്ടെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കേസിൻ്റെ വഴിക്ക് പോയിക്കോട്ടെ, അത് ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷേ ഞങ്ങൾ വേണ്ട ആർക്കും മനസ്സിലാവാത്ത ഒരു ഭാഷയിലുള്ള എന്തൊക്കെയോ കൊഴുപ്പിച്ച്, അതായത് മഴ പെയ്യുവാനും പെയ്യാതിരിക്കുവാനും സാധ്യതയുണ്ട് എന്ന് പറയുന്ന രീതിയിൽ എന്തൊക്കെയോ ഉരുളി പറയുന്ന ഈ രീതികൾ മാറണം സഖാക്കളെ. നിങ്ങൾ സത്യസന്ധമായി പറയൂ, ഞങ്ങൾക്കൊരു തെറ്റ് പറ്റി, അല്ലെങ്കിൽ ഞങ്ങളുടെ സഖാക്കൾക്ക്, ഞങ്ങളുടെ പിള്ളേർക്ക് ഒരു തെറ്റ് പറ്റിയിരിക്കുന്നു, ഞങ്ങൾ തിരുത്തും എന്ന് പറയാൻ എന്തുകൊണ്ട് ചങ്കൂറ്റമില്ല എന്നതാണ് ചില സഖാക്കളോട് ചോദിക്കാനുള്ളത്. നിങ്ങൾ ഇപ്പോഴും അതേ സ്ഥലത്ത് തന്നെ നിൽക്കുകയാണ്. ഒരു പ്രതിപക്ഷമായി നിങ്ങൾ ചില ഭാഗത്തെങ്കിലും ഉണർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പല ഭാഗങ്ങളിലും നിങ്ങൾ ചെയ്ത എല്ലാ ഭരണരീതിയും ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് കഴിയുന്ന കാര്യങ്ങളും ശരിയാണ് എന്നുള്ള നിങ്ങളുടെ ഒരു തോന്നലാണ് ഞങ്ങൾക്ക് മനസ്സിലാവാത്തത്. സാധാരണക്കാരായിട്ടുള്ള ഞങ്ങൾക്ക് മനസ്സിലാവാത്തത്. തെറ്റുകൾ പറ്റാത്തതുമായിട്ട് ആരുമില്ല. ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഈ നാട്ടിൽ ജീവിക്കുന്ന ജനങ്ങൾക്കെല്ലാം തെറ്റുകൾ പറ്റും. എന്തുകൊണ്ട് തെറ്റ് പറ്റി ഞങ്ങൾ തിരുത്തും, അല്ലെങ്കിൽ ഞങ്ങൾ തിരുത്തുന്നു, ഞങ്ങളതിൽ മാപ്പ് പറയുന്നു എന്ന് ജനങ്ങളോട് പറയുന്ന കഴിയുന്നില്ല. അതിന് പകരം ഈ മാതിരി ചൂടുള്ള
പൊട്ടാട്ടോ വാലിട്ട് പറയേണ്ട ആവശ്യം എന്തായാലും ഞങ്ങൾ ഒരു പാവപ്പെട്ട മനുഷ്യൻ്റെ കാർ തല്ലിപ്പൊടിച്ചു, ഞങ്ങളത് റീപ്ലേസ് ചെയ്തു കൊടുക്കും, ആൾക്ക് നഷ്ടപരിഹാരവും കൊടുക്കും എന്ന് തെറ്റുപറ്റി എന്ന് പറയുന്നതിന് പകരം ഈ സിനിമയിൽ പറഞ്ഞ പോലെ പ്രതിപക്ഷ വലിയ കാര്യമുണ്ടോ? വളരെ സിമ്പിളായി എന്തുകൊണ്ട് പറ്റി, തെറ്റ് പറ്റി, ക്ഷമിക്കുക, ഇത്രയേ ഉള്ളൂ. പത്രക്കാർ ചോദിക്കുന്ന പല ചോദ്യങ്ങൾക്ക് പോലും പ്രോപ്പറായിട്ടുള്ളൊരു ആൻസർ പോലും നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ പറയുന്നത് കാണും, കോംപ്രമൈസ് അല്ല, കോംപ്രമൈസാണ് നിങ്ങൾ ശ്രമിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഭീഷണിയാണ് ഒരു പക്ഷേ നിങ്ങളവിടെ നടത്തിയിട്ടുണ്ടാവും. അദ്ദേഹം കേസിൽ നിന്ന് പിൻവലിക്കുകയും ചെയ്യുന്നു. സാധ്യത കുറവാണ്, ഒരു ക്രൗഡിൽ നടന്നിട്ടുള്ളൊരു ഇഷ്യൂ ആണ്. സ്വാഭാവികമാണ്, സമരങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ സംഭവിക്കാറുണ്ട്. അത് ആദ്യമായിട്ടൊന്നുമല്ല ആദ്യമായിട്ട് ഇടതുപക്ഷത്തിന് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഇടതുപക്ഷം മാത്രമൊന്നുമല്ല ഇങ്ങനെ ഇഷ്യൂകൾ ഉണ്ടായിട്ടില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഒരു സമരം നടക്കുമ്പോൾ നഷ്ടങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ അവരൊക്കെ അന്തസ്സായി ഒന്ന് പറയും സാറേ, അല്ലാതെ നിങ്ങളെ പോലെ കിടന്ന് ഉരുളില്ലാതെ. അതാണ് രസം, ശരിയല്ലേ?